റാപ്പർ വേടനെതിരെ വീണ്ടും പരാതി. ലൈംഗിക അതിക്രമത്തിനിരയാക്കിയെന്ന് 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. റാപ്പർ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങൾ. 2020-ലും 2021-ലും വേടൻ തങ്ങളെ ലൈംഗികമായി ഉപദ്രവിച്ചെന്നാരോപിച്ച് 2 യുവതികൾ നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. ശനിയാഴ്ചയാണ് യുവതികൾ പരാതി സമർപ്പിച്ചത്. അതേസമയം തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. പുതിയ പരാതികൾ ഉയർന്നതോടെ അപേക്ഷയെ ബാധിക്കാനിടയുണ്ടെന്നാണ് സൂചന. 2021 മുതൽ 2023 വരെ വിവാഹ വാഗ്ദാനം നൽകി തങ്ങളെ പീഡിപ്പിച്ചുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പരാതി നൽകിയതിന് പിന്നാലെ വേടനെ പിടികൂടാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഇയാൾ ഒളിവിലാണ്. തുടർന്ന് വേടനെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. വേടൻ യുവതിയുമായി നടത്തിയ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. 5 തവണ പീഡനം നടന്നുവെന്നും കൊച്ചി, കോഴിക്കോട്, ഏലൂർ എന്നിവിടങ്ങളിൽ വെച്ച് വേടൻ തങ്ങളെ പീഡിപ്പിച്ചുവെന്നും യുവതി മൊഴി നൽകി. ലഹരി മരുന്ന് ഉപയോഗിച്ച ശേഷമാണ് പീഡനം നടന്നതെന്നും ഇതിനെക്കുറിച്ച് അറിയുന്ന സുഹൃത്തുക്കളുടെ പേരുകളും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈംഗിക അതിക്രമ ആരോപണങ്ങൾക്കിടയിൽ മുൻകൂർ ജാമ്യാപേക്ഷയും പുതിയ പരാതിയും വേടനെതിരെ അന്വേഷണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് സൂചന. സാഗ് ന്യൂസ്, തിരുവനന്തപുരം.